ഹലോ, അസ്സലാമു അലൈക്കും ഡിയർ സ്റ്റുഡൻസ്. 7ാം ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും ഓണപ്പരീക്ഷയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് മുമ്പ് 7ാം ക്ലാസ്സിലെ അറബിക്കിലെ 2ാമത്തെ യൂണിറ്റിൽ നിന്നും നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. റെഡിയാണല്ലോ? ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഒരിക്കലും 7ാം ക്ലാസ്സിൽ 2ാമത്തെ യൂണിറ്റ് മുഴുവൻ ഞാനിവിടെ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഇനി ഒരുപാട് ക്ലാസ് വരാനിരിക്കുന്നുണ്ട്, ലൈവ് ക്ലാസ്സുകൾ വരെ വരാനിരിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. റെഡിയാണല്ലോ? വളരെ പെട്ടെന്ന് പറയാൻ പോവുകയാണ്. 4 ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹമാലുൽ അഹ്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ വീൽ ചെയറിനെ കുറിച്ച് പഠിച്ചു. സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ് ആരാണ്? ഒരു സയൻറ്റിസ്റ്റാണ്. ഇനിയോ സയ്യിദാത്തുൽ ഖമർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു വലിയ ലോകത്ത് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. നഹ്നു അത്ഫാലു സിആർ എന്ന് പറയുന്ന ഒരു അടിപൊളി കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിച്ചെന്താണ്? വീൽ ചെയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? കുർസിയിൽ മുത്തഹരിക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്താണ്? കുർസിയിൽ വീൽ ചെയറിനെ കുറിച്ചിട്ട് ഞാൻ വീൽ ചെയറാണ്, ഞാനൊരു വാഹനമാണ്, എനിക്ക് 2 വലിയ ടയറുകളും 2 ചെറിയ ടയറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീൽ ചെയറിനെ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ പാരാഗ്രാഫ് നന്നായിട്ട് വായിക്കണം കേട്ടോ. ഇതിൽ നിന്ന് ചില വാക്കുകൾ, മുഫ്രദ്, ജം, മാലി, മുലാരി, ഓപ്പോസിറ്റ് വേർഡ്, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പിന്നെ ദൂലാബാനി എന്ന് പറയുന്ന എന്താണ്? ദൂലാബാനി 2 ടയറുകളാണ് അല്ലേ? സൈറാനി 2 ചെറിയ ടയറുകൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൂലാബുൻ, ദൂലാബാനി, ഇങ്ങനെ 2 പറയുന്ന കാര്യങ്ങൾ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? 1ാമത്തെ ഭാഗത്ത് നോട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആക്ടിവിറ്റി കുറച്ചങ്ങോട്ട് നമ്മൾ കണ്ടെന്താണ്? കണ്ണടയുടെ ഫോട്ടോ കൊടുത്തു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? അനനല്ലാറ, ഞാൻ കണ്ണടയാണ് എന്ന് പറഞ്ഞിട്ട് കണ്ണട സ്വയം പരിചയപ്പെടുത്തി. എനിക്ക് 2 കാലുകളുണ്ട്, ഞാൻ ആളുകളുടെ മുഖത്താണ് ഞാൻ കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കൽ എങ്ങനെയാണെന്ന് പറയാം. ചിലപ്പോൾ കണ്ണടയുടെ ഫോട്ടോ കൊടുത്തിട്ട് നിങ്ങളോട് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഇങ്ങനെ സെൻറ്റൻസ് കൊടുക്കും, അനനല്ലാറത്തുൻ, എന്നിട്ട് പറയും ഞാൻ ആരാന്ന് ചോദിക്കും. അപ്പോൾ ഈ പാരാഗ്രാഫ് കണ്ടാൽ നമുക്ക് കണ്ണട എന്ന് മനസ്സിലാവണം, അല്ലെങ്കിൽ പിന്നെ കണ്ണട ഫോട്ടോ തന്നാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റണം. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഒന്ന് ഫോട്ടോ തന്നിട്ട് അതിനെക്കുറിച്ച് എഴുതാൻ ചോദിക്കും, ചിലപ്പോൾ അതിനെക്കുറിച്ച് സെൻറ്റൻസ് തന്നിട്ട് അത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? മറ്റൊന്ന് ചിലപ്പോൾ വീൽ ചെയറിൻ്റെ ഫോട്ടോ തന്നുകാണ്ട് വീൽ ചെയറിനെ കുറിച്ച് എഴുതാൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് കേട്ടോ. ഇനി അടുത്ത ചാപ്റ്ററിൽ നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ശരീരം തളർന്നിട്ട് പോലും ലോകത്തെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായി മാറിയ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചിട്ട്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞ പാരഗ്രാഫ് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം? വായിക്കണം. ഈ ചാപ്റ്ററിന് വരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചൊരു പാരഗ്രാഫ് നമുക്ക് തരും. ഓക്കെ, ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വ്യക്തിനെ കുറിച്ചുള്ള പാരഗ്രാഫ് തരും. ഇതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ബയോഡാറ്റ എഴുതാൻ ചോദിക്കും. ബയോഡാറ്റ, ഒരാളെ കുറിച്ചിട്ട് അയാളെ പേരെന്താണ്, ജനിച്ച സ്ഥലം എവിടെയാണ്, ജനിച്ച വർഷം ഏതാണ്, അയാൾ ഉപ്പാൻ്റെ പേരെന്താണ്, ഉമ്മാൻ്റെ പേരെന്താണ്, അയാളുടെ ജോലി എന്താണ്, അയാൾ ഏത് രാജ്യക്കാരനാണ്, അയാൾ ഏത് വർഷമാണ് മരണപ്പെട്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഈ ഡാറ്റകൾ. അപ്പോൾ ഈ ഡാറ്റകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വളരെ എളുപ്പത്തിൽ കണ്ടെത്തേണ്ട എങ്ങനെയൊക്കെയാണ്, എങ്ങനെ എഴുതേണ്ടത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ പറയും. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും? ബയോഡാറ്റ ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? പിന്നെ സയ്യിദാത്തുൽ ഖമർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ജൂഹ അൽ ഹാരിസി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? പക്ഷേ ഈ ചാപ്റ്ററിൽ ഇങ്ങോട്ട് ചോദിക്കാൻ സാധ്യതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ചിലപ്പോൾ കലിമാത്ത് തഹദീബിയ എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ഈ സംഭാഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ സൊബാൽ ഖൈർ, സൊബാഹ് നൂർ, കൈഫലാൽ, സൈൻ, അൽഹംദുലില്ലാ, അസ്സലാമു, ഇങ്ങനത്തെ വാക്കുകൾ ചിലപ്പോൾ എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ ജസാഖല്ലാഹു ഖൈർ, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ, ഇങ്ങനെയൊക്കെയുള്ള പറയേണ്ട വാക്കുകൾ. ഓക്കെ, ഇനി ഇതിന് പുറമെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഗാനിം അൽ മിഫ്താഹ് എന്ന് പറയുന്ന ലോകത്തെ അറിയപ്പെടുന്ന ഒരു മോട്ടിവേറ്ററെ കുറിച്ച് ഇൻ്റർവ്യൂ നടത്തുന്ന, നബീൽ എന്ന് പറയുന്ന ഒരു കുട്ടി ഇൻ്റർവ്യൂ നടത്തുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം പിന്നെ അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് വരികയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുക? കണ്ടോ? മൻ, മത്ത, ഐന, കൈഫ, ഹല്ല്, മിൻ, ഐന, മി, കം, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർവ്യൂവിന് നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? ഇൻ്റർവ്യൂ നടത്തുമ്പോൾ എങ്ങനെ ചോദ്യം ചോദിക്കുക എന്നുള്ള ടൈപ്പ്. അപ്പോൾ നിങ്ങളെ സ്കൂളിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നു, അയാളുമായി നിങ്ങൾ ഇൻ്റർവ്യൂ നടത്തുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂ നടത്താൻ ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്ന ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഈ ഭാഗത്തു നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെയോ നിങ്ങൾ ഈ ചാപ്റ്ററിൽ മറ്റൊന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കാന
കാന അല്ലേ, കാന അസ്ബഹ വെച്ചിട്ട് അല്ലേ, കാന അസ്ബഹ സോറൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ ആ സെൻറ്റൻസുകൾ എഴുതുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രാമർ ഉണ്ട്, നിയമമുണ്ട്. കാനക്ക് ശേഷം വരുന്ന ഒന്നാമത്തെ വാക്കിന് നമ്മൾ എന്ത് ചെയ്യണം, ലൊമ്മ കൊടുക്കണം. രണ്ടാമത്തെ വാക്കിന് നമ്മൾ 2 ഫത്തഹും അതേപോലെ തന്നെ അലിഫും കൊടുത്തിട്ട് എന്ത് ചെയ്യണം, അതിനെ കാനല്ലാഹു ഗഫൂറൻ എന്ന ടൈപ്പിലൊക്കെ എഴുതണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വരാൻ സാധ്യതയുള്ള ഒരു ഗ്രാമറാണ്. അപ്പോൾ കാന അസ്ബഹ സോറ ഒക്കെ വെച്ചിട്ടുള്ള വാക്കുകൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ നമ്മളൊരു കവിത പഠിച്ചു, നഹ്നു അത്ഫാലു സിആർ എന്ന് പറയുന്ന കവിത പഠിച്ചു. മുഹമ്മദ് ആഫിൽ ഇബ്രാഹിം എഴുതിയ കവിതയാണ്. അപ്പോൾ കവിതൻ്റെ മീനിങ് മാച്ചുള്ള ക്വസ്റ്റ്യൻ വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കവിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യത, കവി ഈജിപ്തുകാരനായിട്ടുള്ള മുഹമ്മദ് ആഫിദ് ഇബ്രാഹിമിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാൻ വളരെ സാധ്യതയുണ്ട്. അദ്ദേഹം ഷാഇർ നീൽ എന്നറിയപ്പെടുന്ന കവിയാണെന്നൊക്കെ നമുക്കറിയാം. അത് 1 വേർഡിലോ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇനിയോ ഇതിൽ നിന്ന് നഹ്നു ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിന് എങ്ങനെയാണ് അറബിയിൽ എഴുതുക, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഇതിലെന്ത് ചെയ്യാണ്ട് ചാപ്റ്ററിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് ലൈവ് ക്ലാസ്സിലൊക്കെ നമ്മൾ പറയും കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. ഓക്കെ, ക്ലിയറായാലും ഉണ്ടോ. അന അൽ അബു ഞാൻ കളിക്കുന്നു, നെഹ്നു നൽ അബു ഞങ്ങൾ കളിക്കുന്നു. അപ്പം ഞാൻ വെച്ചിട്ട് എങ്ങനെയാണ് അറബിയിൽ എഴുതുക, ഞങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് അറബിയിൽ എഴുതുക എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ദെൻ ലാസ്റ്റിൽ നിങ്ങൾക്ക് മുഫ്രദുകൾ, ഏകവചനങ്ങൾ അല്ലേ, ജംഅകൾ, ബഹുവചനങ്ങൾ, സിംഗുലർ, പ്ലൂരൽസ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കുക. ഇത് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതേ ടൈപ്പ് ഓഫ് വാക്കുകൾ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ 7ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ അറബിക്ക് ഓണം എക്സാമിന് വരാൻ സാധ്യത ഉള്ളത്. ഈ ഭാഗം നിങ്ങൾ നന്നായി പഠിക്കുക, എക്സാമിന് പ്രിപ്പയർ ആവുക. ബാക്കി കാര്യങ്ങൾ പഠിക്കാത്തവർക്കും പഠിച്ചവർക്കും വേണ്ടിയിട്ട് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള നമ്മുടെ ഇനിയും വീഡിയോസ് ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് റെഡി ആയി നിൽക്കുക. എജുപോർട്ട് നിങ്ങളെ കൂടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, അറബിയിൽ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.